ഹലോ, ഗുഡ് ഈവനിംഗ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനഹിതം അറിഞ്ഞ് റിപ്പോർട്ടർ നടത്തുന്ന പ്രീ പോൾ സർവേ തുടരുകയാണ്. നമ്മൾ 3 ദിവസം 6 മണ്ഡലങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നിർണായകമായ സുപ്രധാനമായ 2 മണ്ഡലങ്ങൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോവാണ്. അഭിപ്രായങ്ങൾ അറിഞ്ഞുകൊണ്ട് വടക്കും തെക്കും. അതിനു മുൻപ് 6 മണ്ഡലങ്ങൾ പിന്നിടുമ്പോൾ അഭിപ്രായ സർവേയിൽ കൂടുതൽ ജനപിന്തുണ മുൻതൂക്കമാർക്കാണ്. UDF-നാണ് മുൻതൂക്കം. കൊല്ലം, ആറ്റിങ്ങൽ, മലപ്പുറം, വയനാട് മണ്ഡലങ്ങൾ UDF-ന് സാധ്യത കൽപ്പിക്കുന്നു. കാസർഗോഡും മാവേലിക്കരയും LDF-നാണ് സാധ്യത കൽപ്പിക്കുന്നത്. അതായത് LDF തിരിച്ചു പിടിക്കാൻ പോകുന്നു കാസർഗോഡ്. ഒപ്പം മാവേലിക്കരയിൽ ഒരു അട്ടിമറി ജയം എന്നതാണ് പ്രീ പോൾ സർവേ നൽകുന്ന സൂചന. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് 2 മണ്ഡലങ്ങളാണ്. ഒന്ന് പൊന്നാനി, ഒന്ന് ഇടുക്കി. തെക്കെന്ന് പറയാൻ കഴിയില്ല. കിഴക്ക് അല്ലെ, കിഴക്ക് ഇടുക്കി, വടക്ക് പൊന്നാനി. രണ്ടും വളരെ സുപ്രധാനമായ 2 മണ്ഡലങ്ങളാണ്. എല്ലാ മണ്ഡലങ്ങളും സുപ്രധാനമാണ്. പക്ഷേ സവിശേഷമായ രാഷ്ട്രീയ പ്രത്യേകതകൾ കൊണ്ടും ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ കൊണ്ടും ഇടുക്കി വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ പൊന്നാനിയും ലീഗിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. LDF-നെ സംബന്ധിച്ചും വളരെ പ്രധാനമാണ്. പ്രതീക്ഷ വെക്കുന്ന ഒരു സ്ഥലം. അതെ. അപ്പോൾ പൊന്നു പോലുള്ള പൊന്നാനിയും മിടുക്കിയായ ഇടുക്കിയും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുകയാണ്. കേരളത്തിന്റെ ഉള്ളറിഞ്ഞ് റിപ്പോർട്ടർ റിസർച്ച് ടീം നടത്തിയ സർവേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. റിപ്പോർട്ടർ മെഗാ പ്രീ പോൾ സർവേ. ഈ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ചിന്തിക്കുന്നത് എന്താണ് എന്ന് പരിശോധിക്കാനാണ് നമ്മൾ ഈ സർവേയിലൂടെ കടന്നുപോയത്. വോട്ടർമാരുടെ മനസ്സിൽ എന്തെന്നറിയാൻ 14 ചോദ്യങ്ങളുമായാണ് റിപ്പോർട്ടർ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഓരോ മണ്ഡലത്തിലും എത്തിയത്. 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ സാമ്പിളുകൾ ശേഖരിച്ചാണ് ഈ സർവേ തയ്യാറാക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സാധ്യതകളും പ്രതീക്ഷകളും ജനങ്ങൾ പങ്കുവയ്ക്കുന്നു. നമുക്ക് നോക്കാം മെത്തഡോളജി എങ്ങനെയാണ്. രാഷ്ട്രീയ കേരളത്തിന്റെ മനസ്സ് ചിരിഞ്ഞ് ദിവസങ്ങളോളം നടത്തിയ സാമ്പിൾ ശേഖരണം. 19,223 വോട്ടർമാരുടെ ഉള്ളറിഞ്ഞ സാമ്പിൾ ശേഖരണം. 28 ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് 12 ദിവസം 20 ലോക്സഭാ മണ്ഡലങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ വിവരശേഖരണം. ഏറ്റവും അധികം വോട്ടർമാർ മനസ്സ് തുറന്ന സർവേ. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതിൽ 51% സ്ത്രീകളും 49% പുരുഷന്മാരുമാണ്. ഹിന്ദു വിഭാഗത്തിലെ 55% പേരും 26% മുസ്ലിങ്ങളും 19% ക്രൈസ്തവരും സർവേയിൽ പങ്കാളികളായി. ജനുവരി 28 മുതൽ ഫെബ്രുവരി 8 വരെയാണ് മെഗാ പ്രീ പോൾ സർവേ നടന്നത്. റിപ്പോർട്ടർ, ദ കംപ്ലീറ്റ് ഇലക്ഷൻ ചാനൽ. നമുക്ക് ആദ്യം വടക്ക് നിന്ന് തുടങ്ങാൻ തോന്നുന്നു. പൊന്നാനി 1977 മുതൽ മുസ്ലിം ലീഗിന്റെ കോട്ടയാണ്. കോട്ട കുലുക്കാൻ CPM നടത്തിയ പരീക്ഷണങ്ങൾ ഇതുവരെ വിജയത്തിൽ എത്തിയിട്ടില്ല. കേരളം ഒട്ടാകെ ഇടതുതരംഗമുണ്ടായ 2004-ലും പൊന്നാനി മാത്രം UDF-നൊപ്പം ഉറച്ചു നിൽക്കുകയായിരുന്നു. കുറഞ്ഞു വരുന്ന ഭൂരിപക്ഷമാണ് പൊന്നാനിയിൽ ലീഗിന്റെ ചങ്കിടിപ്പ്. പൊന്നാനി കോട്ടയിൽ ഇത്തവണ വിജയക്കൊടി പാറിക്കാമെന്ന പ്രതീക്ഷയിലാണ് CPI. മുസ്ലിം ലീഗിന് പൊന്നാണ് പൊന്നാനി. മാറ്റേറുകയും കുറയുകയും ചെയ്തിട്ടുണ്ട്, ചതിച്ചിട്ടില്ല. മഹാരാഷ്ട്രയിൽ നിന്നെത്തി 1977-ൽ മണ്ഡലത്തിൽ ഹരിത പതാക നാട്ടിയത് GM ബനാത്വാല. 7 തവണ ബനാത്വാല പൊന്നാനിയിൽ നിന്ന് കോണി കയറി ലോക്സഭയിലെത്തി. പിന്നീട് ഇബ്രാഹിം സുലൈമാൻ സേട്ടും അഹമ്മദും പൊന്നാനിയുടെ പച്ചപ്പിൽ വിജയം കണ്ടു. 2009 മുതൽ ET മുഹമ്മദ് ബഷീറിന്റെ ഊഴമായിരുന്നു. പൊന്നാനിയുടെ മണ്ണിൽ നിറം മങ്ങാതെ നിൽക്കുന്ന പച്ചക്കൊടി ഈട്ടി കാത്തു. കേരളത്തിൽ 20 പാർലമെന്റ് മണ്ഡലത്തിൽ CPM-ന് സ്ഥാനാർത്ഥിയെ കിട്ടാൻ ആരും മത്സരിക്കാൻ ധൈര്യപ്പെടാത്ത ഒരു മണ്ഡലമായി പരിഗണിക്കപ്പെടാവുന്ന ഒരു മണ്ഡലമാണ്. സ്വാഭാവികമായും അവർക്ക് സ്വന്തം പാർട്ടിക്കാരൊന്നും അതിന് ധൈര്യപ്പെടില്ല ആത്മഹത്യ ചെയ്യാൻ. തീർച്ചയായും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ, പണം കൊടുത്ത് സ്ഥാനാർത്ഥികളെ കണ്ടെത്തി മത്സരിപ്പിക്കേണ്ട ഗതികേടിലാണ് മലപ്പുറത്ത് CPM എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. UDF തകർന്നടിഞ്ഞ് 2004-ൽ മാനം കാത്തത് പൊന്നാനി മാത്രമെന്നത് ചരിത്രം. ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കുറഞ്ഞു വരുന്ന UDF ഭൂരിപക്ഷത്തിലാണ് LDF-ന്റെ പ്രതീക്ഷ. 2009-ലായിരുന്നു CPIM-ന്റെ ആദ്യ പരീക്ഷണം. CPI-ക്ക് വയനാട് നൽകി CPIM മണ്ഡലം ഏറ്റെടുത്തു. കയറാൻ മാത്രമുള്ളതല്ല, ഇറങ്ങാനും കൂടിയുള്ളതാണ് കോണിയെന്ന് CPIM വിശ്വസിക്കുന്നു. പൊന്നാനിയിൽ ഞങ്ങളുടെ രാഷ്ട്രീയ ബലാബലത്തിൽ തന്നെ നേരിയ വ്യത്യാസമാണ് LDF-ഉം UDF-ഉം തമ്മിലുള്ളത്. കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളൊക്കെ പരിശോധിച്ചാൽ
അതിന് വ്യത്യസ്തമായിട്ടുള്ള ചില ഒറ്റപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പ് അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നടന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായിട്ടുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. മറിച്ച് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 6-7 കൊല്ലക്കാലത്തെ ഭരണത്തിൻ്റെ ഫലമായി ജില്ലയിൽ വന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങൾ വലിയ സ്വാധീനമാണ് ജില്ലയിൽ ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. വോട്ടിന്റെ കരുത്തുകാട്ടി പ്രധാനമന്ത്രി മോദിക്ക് പിന്തുണ കൂട്ടാനാണ് BJP ശ്രമം. ഓരോ തിരഞ്ഞെടുപ്പിലും വർദ്ധിച്ചു വരുന്ന വോട്ട് വിഹിതം ഇത്തവണയും കൂട്ടുമെന്നാണ് നേതൃത്വം പറയുന്നത്. കൊതിപ്പിച്ചും പേടിപ്പിച്ചും മുന്നണികളെ മുൾമുനയിൽ നിർത്തുന്ന പാരമ്പര്യമാണ് പൊന്നാനിക്ക്. അവസാനം വരെ ആർക്കും പിടികൊടുക്കില്ല. ഇക്കുറിയും തീരദേശം കാണാനിരിക്കുന്നത് തീപാറും പോരാട്ടമെന്ന് ഉറപ്പാണ്. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ. തിരൂരങ്ങാടി, താനൂർ, തിരൂർ, കോട്ടയ്ക്കൽ, തവനൂർ, പൊന്നാനി, തൃത്താല ഇതെല്ലാം ചേരുന്നതാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലം. 2014-ലും 2019-ലും പിന്നെ 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എങ്ങനെയാണ് പൊന്നാനി മണ്ഡലം ചിന്തിച്ചത്, ഏത് തരത്തിലാണ് അവിടുത്തെ വോട്ട് വിഹിതം എന്നതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. 2014-ലെ കണക്കിൽ വലിയ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയുന്നില്ല പൊന്നാനിയിൽ എന്നത് ഒരു വസ്തുതയാണ്. UDF-ന് അവിടെ 43.43% വോട്ടുകളാണ് പൊന്നാനിയിൽ നേടാൻ കഴിഞ്ഞത്. അതേസമയം LDF അവിടെ തൊട്ടു പിന്നിലുണ്ടായിരുന്നു 40.86% വോട്ടുകളുമായി. 2014-ലെ കഥ ഇതാണെങ്കിൽ 2019-ലേക്ക് വരുമ്പോൾ നോക്കൂ, ആ വോട്ട് വിഹിതം വളരെയധികം ഉയരുകയാണ്. 51.30-ലേക്ക് 43-ൽ നിന്ന് 51-ലേക്കുള്ള ഒരു കുതിപ്പ്, 40-ൽ നിന്ന് 32-ലേക്കുള്ള ഒരു കിതപ്പ്. അതാണ് 2014-ഉം 2019-ഉം തമ്മിലുള്ള വ്യത്യാസമായി നമ്മൾ കാണുന്നത്. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ 2021-ൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് 46.23% വോട്ടുള്ളപ്പോൾ കേവലം 1% താഴെ മാത്രമാണ് ആ വോട്ട് വ്യത്യാസം. 45.33% വോട്ടുകൾ അവിടെ LDF-ന് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചിത്രം ഇങ്ങനെ നിൽക്കുകയാണ്. NDA 8.63% വോട്ടുകളാണ് 2014-ൽ ഉണ്ടായിരുന്നതെങ്കിൽ അതിൽ നിന്ന് ഒരു കുതിച്ചുചാട്ടം 2019-ൽ നടത്തുന്നുണ്ട്. 10.87%-ലേക്ക് പോകുന്നു. എന്നാൽ 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ പെർഫോമൻസ് വളരെ താഴേക്ക് വരികയാണ്. 6.38% നിൽക്കുകയാണ്. ഇതാണ് പൊന്നാനി മണ്ഡലത്തിന്റെ വോട്ടോഗ്രാഫ്. ഈ വോട്ടോഗ്രാഫിൽ നിന്നാണ് നമ്മൾ ഈ ചർച്ചയിലേക്ക് കടക്കുന്നത്. ഉണ്ണി സർ, നിശ്ചയമായും പൊന്നാനി വളരെ വളരെ ശ്രദ്ധേയമായ മണ്ഡലമാണ് ഇപ്രാവശ്യം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ LDF-ന് വലിയ പ്രതീക്ഷയാണ് പൊന്നാനിയിലുള്ളത്. ഇപ്രാവശ്യം അരയും തലയും മുറുക്കി LDF രംഗത്തിറങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. മികച്ച ഒരു സ്ഥാനാർത്ഥി തന്നെ LDF അവിടെ ഇറക്കാനും സാധ്യതയുണ്ട്. ആ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത നേരത്തെ സുജയ സൂചിപ്പിച്ചതുപോലെ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ 7 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളതെങ്കിൽ അതിൽ 4 നിയമസഭാ മണ്ഡലങ്ങളും LDF-നൊപ്പമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ പൊന്നാനി മണ്ഡലത്തിൻ്റെ ഒരു സവിശേഷത അത് പാലക്കാട് നിന്നുള്ള തൃത്താല മണ്ഡലവും കൂടി ഉൾപ്പെട്ടതാണ്. തൃത്താല മണ്ഡലത്തിൽ ആരാണ് MLA എന്ന് പറയുന്നത്? MP രാജേഷാണ്. MP രാജേഷ് സംസ്ഥാന തദ്ദേശ വകുപ്പ് മന്ത്രിയാണ്. അതേപോലെ തന്നെ താനൂരിൽ നിന്നുള്ള അബ്ദുറഹ്മാനും സംസ്ഥാനത്ത് സ്പോർട്സ് യുവജനകാര്യ മന്ത്രിയാണ്. നോക്കൂ, അപ്പോൾ ലോക്സഭാ മണ്ഡലമായ പൊന്നാനിയിൽ 2 സംസ്ഥാന മന്ത്രിമാരുണ്ട്, അബ്ദുറഹ്മാനും അതുപോലെ തന്നെ MP രാജേഷും. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു മത്സരമാണ്. എന്ന് മാത്രവുമല്ല 4 നിയമസഭാ സീറ്റുകളിൽ LDF മുന്നിൽ നിൽക്കുമ്പോൾ 3 നിയമസഭാ സീറ്റുകളിൽ മാത്രമാണ് പൊന്നാനിയിൽ ലീഗിന്റെ ആധിപത്യം എന്ന് പറയുന്നത്. നിശ്ചയമായും LDF-ന് പ്രതീക്ഷ വെച്ച് പുലർത്താവുന്ന ഒരു മണ്ഡലം തന്നെയാണ് പൊന്നാനി. പൊന്നാനി ഒരിക്കലും ലീഗിനെ ചതിച്ചിട്ടില്ല എങ്കിൽ കൂടിയും പൊന്നാനിയിൽ എപ്പോഴും ഒരു സാധ്യത ഇടതുപക്ഷം കാണുന്നു. ഇപ്പോഴത്തെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ കൂടി പൊന്നാനിയിൽ LDF-ന് പ്രതീക്ഷ നൽകുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10,000 വോട്ടിന്റെ ലീഡ് താഴെയാണ്. UDF-ന് ലീഡ് കുറഞ്ഞിട്ടുണ്ട്. അത് ഒരു ഘടകമാണ്. രണ്ടാമത്തത് സമസ്ത, ഇരു സമസ്തകൾക്കും സ്വാധീനമുള്ള സ്ഥലമാണ്. അപ്പോൾ സമസ്തയിൽ ചില വിഷയങ്ങളിൽ ഇടത് സർക്കാരിനോടുണ്ടായ അനുകൂലമായ സമീപനം, ഏക സിവിൽ കോഡ് വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുന്നു. ആ സെമിനാറിലേക്ക് ലീഗിന്റെ എതിർപ്പ് മറികടന്നുകൊണ്ട് സമസ്ത നേതാക്കൾ വരുന്നു. ഒപ്പം മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയിലുള്ള മറ്റ് സംഘടനകളും പോകുന്നു. അതെ, ഇവിടെയൊക്കെ വോട്ട് ബാങ്ക് പൊന്നാനിയിൽ നിർണായകമാണ്. അപ്പോൾ അതൊരു പ്രധാന ഘടകമായി ഇത്തവണ പ്രതിഫലിക്കുമെന്നുള്ള പ്രതീക്ഷ LDF-നുണ്ട്. അപ്പോൾ പൊന്നാനിയിൽ ഒരു ചുവപ്പ് തിരയിളക്കം നാടൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്കപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ, ക്വസ്റ്റ്യൻ നമ്പർ 1, നിങ്ങളുടെ പാർലമെന്റ് അംഗത്തിന്റെ, അതായത് പൊന്നാനിയുടെ MP-യുടെ പേര് അറിയാമോ എന്നതായിരുന്നു നമ്മൾ ഉന്നയിച്ച ഒന്നാമത്തെ ചോദ്യം. അതിനുള്ള ഉത്തരം എന്താണ്? എല്ലാവർക്കും അറിയാം എന്ന് വേണം മനസ്സിലാക്കാൻ. 98
17.6% പേർക്ക് MP-യെ അറിയാം. അതൊരു നല്ല ശതമാന കണക്ക് തന്നെയാണ്. പൊന്നാനിയിലെ MP എന്ന് പറയുമ്പോൾ തുടർച്ചയായി വിജയിച്ചു വരുന്ന MP ആണ്. പരിചിതനായില്ലെങ്കിലാണ് പ്രശ്നം, അല്ലേ ഉണ്ണി സർ? അതെ അതെ, നിശ്ചയമായും ഇ ടി മുഹമ്മദ് ബഷീർ വളരെ ജനകീയനായ നേതാവാണ്, വളരെ സൗമ്യമായ മുഖമാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ പൊന്നാനിയിലെ ജനങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട നേതാവ് തന്നെയാണ് ഇ ടി മുഹമ്മദ് ബഷീർ. അതുകൊണ്ട് അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാമെന്ന കാര്യം ഒരു അത്ഭുതപ്പെടുത്തുന്ന ഡാറ്റയല്ല. കഴിഞ്ഞ നല്ല ഭൂരിപക്ഷമാണല്ലോ, 1,84,569 വോട്ടിന്റെ ഭൂരിപക്ഷമാണല്ലോ. അതെ, ഇക്കുറി ഇ.ടി. പൊന്നാനി വിട്ട് മലപ്പുറത്തേക്ക് പോകുമോ എന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതാണ്, അത് രസകരമായ ഒരു ചോദ്യമാണ്. കാരണം വെച്ചാൽ മലപ്പുറമാണ് യഥാർത്ഥത്തിൽ ഇ.ടിയുടെ വീട് നിൽക്കുന്ന സ്ഥലം. ഹോം ടർഫ് എന്ന് പറയുന്നത് മലപ്പുറം മണ്ഡലമാണ്. അതെ, അപ്പോൾ ആ ഹോം ടൗണിലേക്ക് വരണം എന്നൊരാഗ്രഹം ഇ.ടി വെച്ച് പുലർത്തുന്നുണ്ട്. എന്നാൽ ഇ.ടിയും സമദാനിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു മാറുമോ എന്നുള്ളത് അക്കാര്യം ഒരു ആകാംക്ഷ ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിലും ആ തീരുമാനം ഇതുവരെ ലീഗ് എടുത്തിട്ടില്ല. എങ്കിലും ആ ചോദ്യം അവിടെ നിലനിൽക്കുന്നു. ചുവപ്പ് തിരയിളക്കത്തിന്റെ പശ്ചാത്തലത്തിൽ ആ തീരുമാനത്തിലേക്ക് പോകേണ്ടി വരുമോ? നമുക്ക് അടുത്ത ചോദ്യങ്ങളിലൂടെ അത് പരിശോധിക്കാം. ചോദ്യങ്ങളോടുള്ള മറുപടിയിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാം. തീർച്ചയായും. രണ്ടാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 2. നിങ്ങളുടെ ലോക്സഭാംഗത്തിന്റെ പ്രവർത്തനത്തെ എങ്ങനെ വിലയിരുത്തുന്നു? ആദ്യത്തെ ചോദ്യത്തോട് ചേർത്ത് വെക്കാവുന്ന ചോദ്യമാണ്. വളരെ മികച്ചത് എന്ന് എത്ര പേർ അഭിപ്രായപ്പെടുന്നു? 31.2% പേർ. മികച്ചത് എന്ന അഭിപ്രായം 33.6% പേർ. അതായത് 64.8% പേർ MP കൊള്ളാം എന്ന അഭിപ്രായമുള്ളവരാണ്. അത് വളരെ സ്ട്രോങ് ആയ ഇൻഡിക്കേറ്റർ ആണ്. 68% പേര് ആ മണ്ഡലത്തിൽ 10% പേർക്ക് മോശമെന്ന അഭിപ്രായം. 10%. അതായത് മോശമെന്ന് 74% പറയുമ്പോൾ വളരെ മോശമെന്ന് 2.6% പേർ പറയുന്നു. അതായത് 64.8%, 65 എന്ന് തന്നെ വെക്കാം. 65% വോട്ടർമാരും മണ്ഡലത്തിലെ MP-യുടെ പ്രവർത്തനത്തിൽ തൃപ്തി രേഖപ്പെടുത്തുമ്പോൾ കേവലം 10% പേർ മാത്രമാണ് മോശമാണെന്ന് പറയുന്നത്. അപ്പോൾ വളരെ വളരെ മുന്നിലാണ് അക്കാര്യത്തിൽ ഇ ടി മുഹമ്മദ് ബഷീറിന്റെ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആത്മവിശ്വാസം വെക്കാം. അതെ, നിശ്ചയമായി. ഈറ്റിക്ക് പൊന്നാനി പൊന്നുപോലെ ഈറ്റിയെ നോക്കുന്നുണ്ട്, ഈറ്റിയും പൊന്നാനിയെ പൊന്നുപോലെ നോക്കുന്നുണ്ട് എന്ന് വേണം കാണാം. അപ്പോൾ ആ പൊന്നാപുരം കോട്ട ആദ്യത്തെ 2 ചോദ്യത്തിലും ഇൻടാക്ട് ആയി നിൽക്കുകയാണ്. ഇനി പൊന്നാനിയിൽ വോട്ട് വിഷയമാകാൻ പോകുന്നത് ഏതായിരിക്കും? മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രധാനപ്പെട്ട വിഷയം. അതെ, വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പൊന്നാനിക്കാർ വോട്ടിടുമ്പോൾ പ്രധാന വിഷയമായി പരിഗണിക്കുന്നത് എന്തൊക്കെയായിരിക്കും? റിസൾട്ട്സ് ആർ ഹിയർ. പൊന്നാനിയിൽ ഏറ്റവും പ്രധാനം വികസന പ്രവർത്തനമാണ്. 28.9% പേർ വികസന പ്രവർത്തനം ആണ് പ്രധാനമായി കണക്കാക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വത്തിന് 7.4% ഉള്ളൂ. അല്ല, അവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഡേറ്റ വരുന്നുണ്ട് സുജയ, സ്മൃതി. വിലക്കയറ്റം 29.3% ആളുകൾ വിലക്കയറ്റത്തെ വളരെ പ്രധാനമായിട്ട് കാണുന്നു. അത് ആന്റി ഇൻകംബൻസിയാണ്. അതായത് വികസന പ്രവർത്തനം നിശ്ചയമായും വളരെ പ്രാധാന്യത്തോടെ കാണുമ്പോൾ തന്നെ ഒരു ബെറ്റർ പെർഫോമറാണ് ഇ ടി മുഹമ്മദ് ബഷീർ എന്ന് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. 65% പിന്തുണ അദ്ദേഹത്തിന്റെ പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ വികസന പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ ഇ ടിക്ക് വിഷമിക്കേണ്ട ഒരു സാഹചര്യമില്ല. എന്നാൽ 29% ആളുകൾ വിലക്കയറ്റം ഒരു പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നുണ്ട് എങ്കിൽ ആ മണ്ഡലത്തിൽ വിലക്കയറ്റം എപ്പോഴും സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരമാണ്. അതിനെ ആ അത് സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നിശ്ചയമായും ഒരു ആന്റി ഇൻകംബൻസി അവിടെ വർക്ക് ചെയ്യുന്നു. ഉണ്ടെങ്കിലും അല്ലേ, അത് നോക്കണം. അയോധ്യ ക്ഷേത്ര നിർമ്മാണം രാജ്യസുരക്ഷയും കൂടി എത്ര ശതമാനം എന്നുള്ളത് 12.2%. അയോധ്യയിൽ 1.4, രാജ്യസുരക്ഷയിൽ 10.8% പേർ പ്രാധാന്യം കൽപ്പിക്കുന്നു. കൗതുകമാണ്. നേരത്തെ സുജയ ലൈൻ ഗ്രാഫിക്സിൽ സൂചിപ്പിച്ചതുപോലെ NDAക്ക് ഒരു ഗ്രോത്ത് കാണിച്ചിട്ടുള്ള മണ്ഡലമാണ് പൊന്നാനി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ ആ ഒരു വോട്ടിംഗ് ബ്ലോക്ക് ഉണ്ട്, അതിനകത്ത് സംശയമില്ല. അങ്ങനൊരു അയോധ്യയും അതേപോലെ തന്നെ രാജ്യരക്ഷയും ഒക്കെ വളരെ പ്രാധാന്യത്തോട് കാണുന്ന ഒരു വോട്ടിംഗ് സമൂഹം അവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. കാരണം വെച്ചാൽ ഇപ്പോൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ 10.87% വോട്ട് വരെ നേടിയിട്ടുണ്ടല്ലോ. ഏതാണ്ട് 11% വോട്ട് NDAക്ക് ആ മണ്ഡലത്തിൽ കിട്ടിയിട്ടുള്ള ചരിത്രമുള്ളതുകൊണ്ട് തന്നെ അതത്ര അത്ഭുതകരമായിട്ടുള്ള ഒരു റിസൾട്ട് അല്ല. ഓക്കെ, മൂവിംഗ് ടു ക്വസ്റ്റ്യൻ നമ്പർ 4. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രിയായി പൊന്നാനി മണ്ഡലത്തിലുള്ളവർ ആഗ്രഹിക്കുന്നത് ആരെയാണ്? ആ പീപ്പിൾസ് ചോയ്സ് ഇന്ന് വൈകിട്ട് കണ്ണൂരിലേക്ക് എത്താൻ പോകുന്ന ആളാണോ? നോക്കാം, പൊന്നാനിയുടെ മനസ്സിലെന്ത് ആണ് എന്ന് തന്നെയാണ് മനസ്സ് പറയുന്നത്. രാഹുൽ ഗാന്ധിക്ക് 63.1% പിന്തുണയുണ്ട്. തൊട്ടു താഴെ മോദിയാണ്. മോദിയുടെ ശതമാനം വളരെ താഴെയാണ്, 14.9%. പിന്നെ വരുന്നത് മല്ലികാർജുൻ ഖാർഗെയാണ്. എന്ന് പറയുമ്പോഴത്തേക്ക് നോക്കൂ, 63.1% ആളുകൾ 63% ആളുകൾ രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി കാണുന്നു.
9% ആളുകൾ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി കാണുന്നു. അതെ. വലിയ വ്യത്യാസമില്ല, അത് കോൺഗ്രസ് മൈൻഡ് തന്നെയാണ്. എന്ന് പറയുമ്പോൾ 72% ആളുകൾ ഒരു കോൺഗ്രസ് പ്രധാനമന്ത്രിയെ സ്വപ്നം കാണുന്ന മണ്ഡലമാണ് പൊന്നാനി എന്ന് പറയുമ്പോൾ ഉറപ്പല്ലേ ഇ ടി മുഹമ്മദ് ബഷീറിന് വോട്ട് എന്നുള്ളത്? യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ചില പുതിയ പേരുകൾ കൂടി ഇതിൽ കടന്നു വന്നിട്ടുണ്ട്. തരൂരിന് 3%, നിതീഷ് കുമാറിന് 0%. ഓക്കെ, അപ്പോൾ അതിൽ വലിയ അതിശയമില്ല. പൊന്നാനിയുടെ മനസ്സ് രാഹുൽ ഗാന്ധിക്കൊപ്പമാണ്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുകയാണ് പൊന്നാനി മണ്ഡലത്തിലുള്ളവർ. ഇനി നമുക്കറിയേണ്ടത് കേന്ദ്രത്തിലെ മോദി സർക്കാരിനെ കുറിച്ച് പൊന്നാനിക്കാർ പറഞ്ഞ അഭിപ്രായം എന്താണ്? കൊള്ളാമോ അതോ കൊള്ളില്ലേ? നോക്കാം പൊന്നാനിക്കാരുടെ അഭിപ്രായം ഈ ചോദ്യത്തോട് എങ്ങനെയാണ് എന്ന്. ആൻസേഴ്സ്: വളരെ മികച്ചതെന്ന 5.1%, മികച്ചതെന്ന 6.7%. അപ്പോൾ ടോട്ടൽ 11.8% പേർ മാത്രമാണ് മോദി സർക്കാരിന് അനുകൂലിച്ച് അല്ലെങ്കിൽ സർക്കാർ കൊള്ളാമെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. എന്നാൽ മോശത്തിന്റെ കണക്ക് നോക്കൂ. 40.1 അല്ലെ? 40.1 മോശമെന്നും വളരെ മോശമെന്ന് 29.1, അതായത് 69.2. അപ്പൊ 70 കൂട്ടാം. 70. അപ്പൊ 70% ആളുകളും മോദി സർക്കാരിനെതിരാണ്. കേന്ദ്ര സർക്കാരിനെതിരാണ്. 70% ആളുകൾ കേന്ദ്ര സർക്കാരിനെതിരായിരിക്കുന്നു. 72% ആളുകൾ ഒരു കോൺഗ്രസ് പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ അവിടെ വളരെ ക്ലിയർ ഇൻഡിക്കേഷൻ ഈ പറയുന്ന രാജ്യത്തിന്റെ നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള വോട്ട്, NDA സർക്കാരിനെതിരായിട്ടുള്ള വോട്ട്, കോൺഗ്രസിന് അനുകൂലമായ വോട്ട് എന്ന് പറയുമ്പോൾ അത് ഈട്ടിക്ക് വേണ്ടി പോൾ ചെയ്യപ്പെടുന്ന വോട്ടാണ്. അടുത്തത് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി വ്യക്തത വരുത്താവുന്ന ചോദ്യമാണ്. കേരളത്തിലെ പിണറായി സർക്കാരിനെ കുറിച്ച് അഭിപ്രായം എന്ത് എന്നുള്ള ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 6, പിണറായി വിജയൻ സർക്കാർ എങ്ങനെയുണ്ട്? പൊന്നാനിക്കാർ അഭിപ്രായം പറയുന്നു. പിണറായി വിജയൻ സർക്കാർ മികച്ചതാണോ അതോ ഇനിയും മികച്ചതാകേണ്ടതുണ്ടോ? ഉത്തരങ്ങളിലേക്ക് നമുക്ക് പോകാം വളരെ പെട്ടെന്ന്. വളരെ മികച്ചതെന്ന 4.9%, മികച്ചതെന്ന 9.5% പേരും, അതായത് 14.4% പേർക്കേ പിണറായി സർക്കാരിനെ കുറിച്ച് അഭിപ്രായമുള്ളൂ. അങ്ങനെയാണെങ്കിൽ മോശമെന്ന് പറയുന്നവർ 32%, വളരെ മോശമെന്ന് പറയുന്നവർ 27.1% ആയിരിക്കുമ്പോൾ ഈ സർക്കാരിന് എതിരായിട്ടുള്ള ഒരു ജനവികാരം അവിടെ കാണാം. 59% ആളുകൾക്ക് പിണറായി സർക്കാരിനെതിരായിട്ടുള്ള വികാരമാണുള്ളത്. നോക്കൂ, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു വിലക്കയറ്റം ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് ആ മണ്ഡലത്തിലെ ആളുകൾ കാണുന്നു. 29% ആളുകളാണ് വിലക്കയറ്റത്തെ വളരെ പ്രധാനപ്പെട്ട വിഷയമായി കണ്ടത്. ഇപ്പോൾ ഈ സർക്കാർ മോശമാണ് എന്ന് പറയുന്നത് 59% ആളുകളാണ്. സ്വാഭാവികമായിട്ടും എഗെയിൻ അഡ്വാൻറ്റേജ് ഗോസ് ടു ഇ ടി മുഹമ്മദ് ബഷീർ. പൊന്നാനി പിടിക്കൽ അത്ര എളുപ്പമല്ല. പൊന്നാനി ഇ.ടിയുടെ ഉരുക്കുകോട്ടയായി ഉറച്ച കോട്ടയായി നിൽക്കുകയാണ് ആദ്യത്തെ 6 ചോദ്യങ്ങളിലും. ഇനി 7ാമത്തെ ചോദ്യം ചേർത്ത് വെക്കാവുന്ന ചോദ്യം തന്നെയാണല്ലോ. ഒന്നാം പിണറായി സർക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രകടനത്തെ എങ്ങനെ വിലയിരുത്തുന്നു? മെച്ചപ്പെട്ടോ? നോക്കാം. ഇനിയും മെച്ചപ്പെടണോ അതോ മോശമായോ? സർപ്രൈസിംഗ് ആണ് ആൻസർ. മോശമായി. 2ാം ഊഴം മോശമായി എന്ന് പറയുന്നു. 67% പേരാണ് രണ്ടാം പിണറായി സർക്കാർ മോശമാണ് എന്ന് പറയുന്നത്. അപ്പൊ അതും ഈ പറയുന്ന സർക്കാർ വിരുദ്ധ 2 മന്ത്രിമാർ. അതെ, രണ്ടാം പിണറായി വിജയൻ സർക്കാരിലെ 2 മന്ത്രിമാരുള്ള പൊന്നാനി മണ്ഡലം പറയുന്നു സർക്കാരിന്റെ പ്രകടനം, രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ പ്രകടനം മോശമാണ് എന്ന്. 67% മോശമാണെന്ന് പറയുന്നത്. ഒരുപോലെ എന്ന് പറയുന്നു 23.8% ആളുകൾ. പൊന്നാനി കൃത്യമായി കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് എന്നതും വേണമെങ്കിൽ ഈ പ്രതികരണങ്ങളിൽ നിന്ന് ലീഗ് പക്ഷത്താണ്. അതായത് പൊന്നാനിയിലെ വോട്ടർമാർ ലീഗ് പക്ഷത്താണ് എന്ന കാര്യത്തിൽ ഇനി ഒരു സംശയവും വേണ്ട. അവര് LDFനെതിരാണ്, അവർ NDAക്കും എതിരാണ്. സ്വാഭാവികമായിട്ടും അവര് റെപ്രസെന്റ് ചെയ്യുന്ന ചേരി എന്ന് പറയുന്നത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDFന്റെ ചേരിയാണ്. അപ്പൊ പിന്നെ അവർക്ക് എത്ര മാർക്ക് കൊടുക്കണമെന്ന് അറിയണമല്ലോ. അതെ, UDFന് എത്ര മാർക്ക് കൊടുക്കുന്നു? പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നമ്മൾ 8ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ മാർക്ക് എത്ര? പ്രതിപക്ഷം കൊള്ളാമോ? പൊന്നാനിക്കാർ പറയുന്നത് എന്താണ്? നോക്കാം. വളരെ മികച്ചതെന്ന 4.8% പേരും, മികച്ചതെന്ന് 31.2% പേരും, അതായത് 36% പേർക്ക് പ്രതിപക്ഷത്തെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. അവർ കൊള്ളാം എന്ന അഭിപ്രായം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ മോശമെന്ന് പറയുന്ന 5.8%, വളരെ മോശമെന്ന് പറയുന്നത് 16.7%, അതായത് 22.5% ആളുകൾ മാത്രമാണ് മോശം എന്ന് പറയുന്നത്. 36% ആളുകൾ ഇത് നല്ലതാണ്, പ്രതിപക്ഷം നല്ലതാണ് എന്ന് പറയുന്നു. സാധാരണ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോക്കിയ മണ്ഡലങ്ങളിൽ പ്രതിപക്ഷത്തെക്കുറിച്ച് അത്ര മെച്ചപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്തിയ മണ്ഡലങ്ങൾ കുറവാണ്. പ്രതിപക്ഷം അവസരത്തിനൊത്ത് ഉയരുന്നില്ല എന്ന അഭിപ്രായമാണ്
ഈ കഴിഞ്ഞ 6 മണ്ഡലങ്ങളിലും നമ്മൾ കണ്ടത്. എന്നാൽ പൊന്നാനിയിലേക്ക് എത്തുമ്പോൾ, മലപ്പുറത്തേക്ക് എത്തുമ്പോൾ പ്രതിപക്ഷം നന്നായി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന അഭിപ്രായം രേഖപ്പെടുത്തുന്നവർ കൂടുന്നു. അത് തമ്മിലുള്ള വ്യത്യാസം വെറും 14%. 14% വളരെ നിർണായകമായ. അപ്പൊ നോക്കൂ, ഈ മണ്ഡലത്തിന്റെ പൊതു സ്വഭാവം എടുത്താൽ വിലക്കയറ്റം ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമായി ഈ മണ്ഡലത്തിലെ ആളുകൾ കാണുന്നു. ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ തൃപ്തിയില്ല എന്ന് വലിയൊരു ശതമാനം ആളുകൾ പറയുന്നു. 2ാം പിണറായി സർക്കാർ വളരെ മോശമായി എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം മികച്ചത് എന്ന് പറയുന്നു. നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ടുള്ളൊരു വികാരം നിൽക്കുന്നു. സ്വാഭാവികമായും ഈ ഘടകങ്ങളെല്ലാം ചേർത്ത് വായിച്ചാൽ ടി മുഹമ്മദ് ബഷീറിന് അനുകൂലമായൊരു തരംഗം ആ മണ്ഡലത്തിലുടനീളം നിൽക്കുന്നു എന്ന് മാത്രമല്ല, മുഹമ്മദ് ബഷീറിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും മികച്ച അഭിപ്രായം 65% ആളുകളാണ് മികച്ച അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോ ടി മുഹമ്മദ് ബഷീർ വളരെ സ്ട്രോങ് ആണ്. പൊന്നാനിയിൽ ഉറപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന് നല്ലത്. മലപ്പുറത്തേക്ക് വണ്ടി പിടിക്കേണ്ട. അതെ. അപ്പോൾ അതല്ല, ഇപ്പോൾ കേന്ദ്രവിരുദ്ധ വികാരം അത്ര ശക്തമാണെങ്കിലും ആ വിഷയം പ്രധാനമായി ഉന്നയിച്ചുകൊണ്ട് കേരള സർക്കാർ നടത്തിയ നവകേരള സദസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം അറിയണ്ടേ? അത് നിശ്ചയമായും അറിയണം. കാരണം മലപ്പുറം വളരെ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നവകേരള സദസ്സ് നടക്കപ്പെട്ട ഒരു സ്ഥലമാണ്. കാരണം വെച്ചാൽ മലപ്പുറത്ത് വളരെ പ്രതീക്ഷയുള്ള ഒരു മണ്ഡലം അവിടെ നിൽക്കുന്നുള്ളൂ. എപ്പോഴും CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട ആഗ്രഹം എന്ന് പറയുന്നത് മലപ്പുറത്തൊരു ലോക്സഭാ മണ്ഡലം പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് സാധ്യതയുള്ള ഒരു മണ്ഡലമായിട്ടാണ് അവർ പൊന്നാനിയെ കാണുന്നത്. അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട് അവിടെ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 4 നിയമസഭാ മണ്ഡലങ്ങൾ LDF-ന്റെ പോക്കറ്റിലാണ്. ആ 4 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 നിയമസഭാ മണ്ഡലങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നവർ സംസ്ഥാന സർക്കാരിൽ മന്ത്രിമാരുമാണ്. അപ്പോൾ അത്രയും പ്രാധാന്യത്തോടെ പൊന്നാനി മണ്ഡലത്തെ കാണുന്നുണ്ട്. നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ ഈ പറഞ്ഞ സമസ്തയിലുള്ള ഭിന്നിപ്പ് മുതലെടുത്തുകൊണ്ട് ആ ഒരു വികാരത്തെ കൂടി പിടിക്കാൻ കഴിയുന്ന ഒരു കാൻഡിഡേറ്റിനെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടൊരു പരീക്ഷണം. അതാണ് യഥാർത്ഥത്തിൽ ടിയെ വിഷമിപ്പിക്കുന്നത്. ടിയെ സംബന്ധിച്ചിടത്തോളം ടിക്ക് അവിടുത്തെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നല്ല സ്ട്രോങ് ആണ് താനെന്ന് അറിയാമെങ്കിൽ കൂടിയും സമസ്തയിലെ ഈ ഭിന്നിപ്പ് ഏത് രീതിയിൽ പ്രവർത്തിക്കുമെന്നതിനെ കുറിച്ചൊരു ആശയക്കുഴപ്പം ടിക്കുമുണ്ട്, ലീഗിനുമുണ്ട്. ആ ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ടി മലപ്പുറത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം, ഒരു സേഫ് കോൺസ്റ്റിറ്റ്യുവൻസി എന്നുള്ള നിലയ്ക്ക്. അപ്പൊ നമുക്ക് നോക്കാം നവകേരള സദസ്സിനെ കുറിച്ചുള്ള പൊന്നാനിയുടെ അഭിപ്രായം എന്താണ്. നവകേരള സദസ്സ് ആവശ്യമായിരുന്നില്ല എന്ന് അഭിപ്രായപ്പെടുന്നവർ എത്ര, ആവശ്യമായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവർ എത്ര? ഉത്തരങ്ങൾ വന്നു കഴിഞ്ഞു. 78.9% പേർക്കും അതൊരു അനാവശ്യ യാത്രയായിരുന്നു എന്ന അഭിപ്രായമാണ്. അതായത് 79% പേര്. അതായത് 79% പേരും ഈ പറയുന്ന, നോക്കൂ അതിൻ്റെ പ്രത്യേകത എന്താണ് നവകേരള സദസ്സിന്റെ യാത്രോദ്ദേശം എന്ന് പറയുന്നത്. അത് കേന്ദ്രത്തിലെ NDA സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ എങ്ങനെയാണ് സംസ്ഥാനം ധനപ്രതിസന്ധിയിലേക്ക് പോയത് എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു യാത്രയായിരുന്നു. കേരളത്തിലെ മലപ്പുറം ജില്ല പ്രത്യേകിച്ച് NDAക്കെതിരാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ളൊരു വികാരം അവിടെ വളരെ സ്ട്രോങ് ആണ്. അങ്ങനെ ഒരു സ്ഥലത്ത് കേന്ദ്ര സർക്കാരിനെതിരായ പ്രചരണവുമായി ചെന്ന ജാഥ അനാവശ്യമായിരുന്നു എന്നാണ് അവിടുത്തെ വോട്ടർമാർ വിലയിരുത്തുന്നത് എങ്കിൽ എഗെയിൻ ഈ പറയുന്ന സർക്കാർ വിരുദ്ധമായ ചേരിയിൽ തന്നെയാണ് അവർ നിലയുറപ്പിച്ചിരിക്കുന്നത്. അത് അത്ഭുതകരമൊന്നുമല്ല കേട്ടോ. ഈ പറയുന്നത് നമ്മൾ വിളിച്ചു പറയുമ്പോൾ പൊന്നാനി അങ്ങനെ അല്ലാതെ മറിച്ച് ചിന്തിക്കുമായിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെ ചിന്തിക്കുന്നൊരു മണ്ഡലമല്ലാതെ, പക്ഷേ ഈ പറയുന്ന മലപ്പുറത്തെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരത്തെ ശക്തിപ്പെടുത്താൻ LDF നടത്തിയ ശ്രമം അവിടെ വിജയിച്ചിട്ടില്ല. കാരണം അവർക്ക് പ്രാഥമികമായും അവരുടെ എതിർവികാരം നിൽക്കുന്നത് ഈ സംസ്ഥാന സർക്കാരിനോടാണ് എന്ന് കാണാം. 79% ആളുകൾ ഈ കരിങ്കോടി പ്രതിഷേധത്തോടൊക്കെ കാണിച്ച സമീപനമൊക്കെ ഒരു പ്രധാന ഘടകമായിട്ടുണ്ടാകാം. ആളുകൾ എല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്, എല്ലാം മനസ്സിലാക്കുന്നുണ്ട് എന്നത് എല്ലാം കാണുന്നുണ്ട്. ഓരോ മണ്ഡലത്തിലും നമുക്ക് കൃത്യമായി വായിച്ചെടുക്കാൻ കഴിയുന്ന ഉത്തരങ്ങളാണ് വരുന്നത്. 9 ചോദ്യങ്ങളാണ് നമ്മൾ പിന്നിട്ടത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ നവകേരള സദസ്സ് നടത്തിയത്. അതേക്കുറിച്ചുള്ള പർട്ടിക്കുലർ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വന്നാൽ, നമ്മുടെ സംസ്ഥാനത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്നാണ് വിലയിരുത്തൽ. കേരളത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണം എന്താണെന്നാണ് പൊന്നാനിയിലുള്ള വോട്ടർമാർ വിലയിരുത്തുന്നത്. അത് സംസ്ഥാന സർക്കാരിന്റെ പരാജയമാണോ, കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളാണോ? എന്താണ് പൊന്നാനിക്കാർക്ക് പറയാനുള്ളത്? നോക്കൂ, സംസ്ഥാന സർക്കാരിന്റെ പരാജയമെന്ന് അഭിപ്രായപ്പെടുന്നവർ 52.6% പേർ. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ എന്ന് പറയുന്നവർ 27.3% പേർ മാത്രം. വീണ്ടും സംസ്ഥാന വിരുദ്ധ വികാരം. സംസ്ഥാന വിരുദ്ധ വികാരം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അഡ്വാൻറ്റേജ് ടി മുഹമ്മദ് ബഷീറിന് തന്നെയാണ്. അപ്പോൾ ഇവിടെ 2 രീതിയിൽ വിലയിരുത്തൽ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. ഒന്ന്, കേന്ദ്ര സർക്കാരിനെ കുറിച്ചുള്ള നിലപാട്. 2, സംസ്ഥാന സർക്കാരിനെ കുറിച്ചുള്ള നിലപാട്. കേന്ദ്ര സർക്കാരിന് സ്വാഭാവികമായിട്ടും എതിരായിരിക്കും പൊന്നാനിയിലെ ജനങ്ങൾ. സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ളൊരു വികാരവും അവിടെ നിലനിൽക്കുന്നു. പല ഘടകങ്ങളാണ്. അത് വിലക്കയറ്റത്തിൻ്റെ കാര്യത്തിനകത്താണെങ്കിലും സംസ്ഥാനത്ത് ധനപ്രതിസന്ധിയുടെ കാര്യത്തിനകത്താണെങ്കിലും സർക്കാരിൻ്റെ മൊത്തം പ്രവർത്തനങ്ങളുടെ കാര്യത്തിനകത്താണെങ്കിലും ഒക്കെ അവരുടെ വിലയിരുത്തൽ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിനെതിരാണ്.
ഇതെല്ലാം ക്ലിയർ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. നമ്മൾ അത്ഭുതകരമായ ഒരു പ്രവചനം നടത്താനിരിക്കുകയല്ല. പക്ഷേ എനിക്ക് അതിലൊരു സംശയമുള്ള ഒരു ഘടകം കൂടിയുണ്ട്. ഏക സിവിൽ കോഡ് സെമിനാർ അത് നടത്തുന്നതിനായി CPIM ആണ് മുന്നിട്ടിറങ്ങിയത്. പാർലമെന്റിൽ സ്വകാര്യ ബിൽ വരുമ്പോൾ അതിനെ എതിർക്കാൻ മുന്നിട്ട് നിന്നതും CPIM ആണ്. അവിടെ മൗനം പാലിച്ച കോൺഗ്രസുമായി ചേർന്നാണ് ലീഗ് നിൽക്കുന്നത്. അപ്പോൾ ലീഗിനോട് സമുദായത്തിനുള്ളിൽ ഒരു അതിർത്തി വരാനുള്ള ആവശ്യമായ ഘടകങ്ങൾ ഈ രണ്ട് കാര്യങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സമുദായത്തിലുള്ള അംഗങ്ങൾക്ക് വിട്ടുമാറി ചിന്തിക്കാൻ, ഇടത്തോട്ടടുക്കാൻ, ഇടത്തോട്ടൊന്ന് ചെരിയുകയെങ്കിലും ചെയ്യാനുള്ള ഒരു സാഹചര്യം അവിടെ. പക്ഷേ ലീഗും സമസ്തയും അക്കാര്യത്തിൽ വ്യക്തത വരുത്തി എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിൽ അതിനുശേഷം ചില ഘട്ടങ്ങളിൽ സമസ്ത നേതാക്കൾ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. സർക്കാരുമായി അതാത് കാലത്തെ സർക്കാരിൽ നിന്ന് നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ നേടിയെടുക്കും, ചില വിഷയങ്ങൾ സഹകരിക്കും. അത് എന്ന് വെച്ചാൽ പൂർണ്ണമായി അങ്ങോട്ട് പോവുക എന്നല്ല. അതിനുശേഷം സർക്കാരിനെ വിമർശിക്കുന്ന പല വിഷയങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാം സീറ്റിനായി എന്തുകൊണ്ട് നിൽക്കണം? അവിടെ വേറൊരു പ്രശ്നം. അതെ, ആ ചോദ്യത്തിന് എനിക്കൊരു മറുപടി ഉണ്ട്. കാരണം വെച്ചാൽ ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണ്. ഈ ദേശീയ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും ലീഗ് കോൺഗ്രസിനെയാണ് ഒരു മുഖ്യ കക്ഷിയായി കാണുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു ദേശീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിനാണ് രാജ്യത്ത് ഇനിയൊരു പ്രതിപക്ഷം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ മികച്ച ഒരു പ്രതിപക്ഷ പാർട്ടിയായി വികസിച്ചു വരാൻ കഴിയുന്നത് കോൺഗ്രസിനാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി അധികാരത്തിൽ വരികയാണെങ്കിൽ തന്നെ കോൺഗ്രസ് ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് അതിൻ്റെ ലീഡർഷിപ്പിൽ വരിക, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയായിട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് ദേശീയ തെരഞ്ഞെടുപ്പ് എന്ന നിലയ്ക്ക് സുജയുടെ ചോദ്യം വളരെ പ്രധാനമാണ്. കാരണം യൂണിഫോം സിവിൽ കോഡ് കാര്യത്തിനകത്താണെങ്കിലും പൗരത്വ നിയമത്തിൻ്റെ പ്രശ്നത്തിനകത്താണെങ്കിലും അതുപോലെ തന്നെ RSSൻ്റെയും BJPയുടെയും നയങ്ങളെയും ആശയങ്ങളെയും നേരിടുന്ന കാര്യത്തിനകത്താണെങ്കിലും ഏറ്റവും സ്ട്രോങ് ആയ നിലപാടെടുക്കുന്നത് രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. കേരളത്തിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്, പ്രത്യേകിച്ച് CPM ആണ്. അക്കാര്യത്തിലൊന്നും സംശയമില്ല. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പലപ്പോഴും മുസ്ലിം മതവിഭാഗത്തിലെ നല്ലൊരു പക്ഷം ഇപ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് അവരുടെ ടാലി 2016-ലും 2021-ലും ഉയരത്തിലേക്ക് കുതിച്ചത്. അത്തരമൊരു പിന്തുണയുണ്ട്. അത് തിരിച്ചടിയായത് ആർക്കാണ്? സ്വാഭാവികമായിട്ടും കോൺഗ്രസിനാണ്. എന്നാൽ ദേശീയ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവരൊരു മുഖ്യകക്ഷിയായി കോൺഗ്രസിനെ കാണുന്നു. അതുകൊണ്ട് കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രീണനത്തിനൊപ്പം പോകുന്നില്ല, പാർട്ടിക്കൊപ്പം കോൺഗ്രസിനൊപ്പം നിൽക്കാൻ തീരുമാനിക്കുന്നു ലീഗ് എന്ന് വ്യക്തമാക്കുന്ന ഉത്തരമാണ് ഉണ്ണിസാർ നൽകിയത്. അടുത്തതായി നമ്മൾ പോകുന്നു ക്വസ്റ്റ്യൻ നമ്പർ 11. ED, CBI ഇതുപോലെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നുവെന്ന് പൊന്നാനിയിലെ വോട്ടർമാർ കരുതുന്നുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. EDയെയും CBIയെയും ഒക്കെ ഇറക്കുന്നത് ഉണ്ട് എന്ന് അഭിപ്രായപ്പെടുന്നവർ കൂടുതലാണ്. 60.6% പേർ. ഇല്ല എന്ന് അഭിപ്രായപ്പെടുന്നവർ 17.1%. ഈ വാദം EDയെ കേന്ദ്രാന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്നു എന്നുള്ള വാദം ദേശീയ തലത്തിൽ അതിശക്തമായി കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. രാഹുൽ ഗാന്ധി അതെ ആവർത്തിച്ച് പറയുന്ന ഒരു വിഷയമാണ്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത 6 മണ്ഡലങ്ങളിൽ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും ആളുകൾ EDയെയും CBIയെയും രാഷ്ട്രീയ പകപോക്കലിന് ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞവരായിരുന്നു ഭൂരിപക്ഷവും. നമ്മളെ അത്ഭുതപ്പെടുത്തിയ റിസൾട്ടായിരുന്നു അത്. കാരണം വെച്ചാൽ ഇവിടെ കോൺഗ്രസും CPM ഒക്കെ നിരന്തരം പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് EDയെയും CBIയെയും അടക്കമുള്ള നാഷണൽ ഏജൻസികളെ വെച്ചുകൊണ്ട് രാഷ്ട്രീയ പകപോക്കൽ നടത്തുന്നു എന്നുള്ളതാണ്. ആ ആശയത്തെ ഉയർത്തിപ്പിടിക്കാത്ത അല്ല അംഗീകരിക്കാത്ത ആളുകളായിരുന്നു മിക്കവാറും മണ്ഡലങ്ങളിൽ ഭൂരിഭാഗവും. എന്നാൽ ഇവിടെ നോക്കൂ, കൃത്യമായൊരു പൊളിറ്റിക്കൽ നിലപാടാണ് അവർക്കുള്ളത്. 60% ആളുകളും പറയുന്നു EDയെയും CBIയെയും അടക്കമുള്ള കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ പകപോക്കലിന് കേന്ദ്ര നേതൃത്വം ഉപയോഗിക്കുന്നു എന്നുള്ളത്. ഇത് തൊട്ടു മുമ്പ് കുറച്ച് മുമ്പുള്ള ചോദ്യത്തിൽ പറഞ്ഞല്ലോ, കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു? 69% ആളുകൾ വളരെ മോശം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം NDA സർക്കാരിനെ കുറിച്ചുള്ള വിലയിരുത്തലാണ് പൊന്നാനി മണ്ഡലത്തിൽ കാണുന്നത്. 69% ആളുകൾ NDA സർക്കാർ ജനദ്രോഹ സർക്കാരാണെന്ന് കാണുന്നു. രണ്ടാമത് 60% ആളുകൾ EDയെയും CBI അടക്കമുള്ള ഏജൻസികളെ വെച്ച് രാഷ്ട്രീയ പകപോക്കൽ നടത്തുന്നു എന്ന് കാണുന്നു. അപ്പം ടോട്ടലി അഗെയിൻസ്റ്റ് NDA, ടോട്ടലി അഗെയിൻസ്റ്റ് ദി സെൻട്രൽ ഗവൺമെന്റ്. ഇത് വളരെ ക്ലിയർ ആണ്. ടോട്ടലി അഗെയിൻസ്റ്റ് പിണറായി 2. നവകേരള സദസ്സ് അനാവശ്യമാണെന്ന് പറയുന്നു. നവകേരള സദസ്സ് അതുപോലെ തന്നെ സർക്കാരിന്റെ പ്രവർത്തനം 1ഉം 2ഉം പിണറായി സർക്കാരുകൾ തമ്മിലുള്ള താരതമ്യം എല്ലാത്തിലും കൃത്യമായ മാൻഡേറ്റ് നൽകി കഴിഞ്ഞിരിക്കുന്നു. വിലക്കയറ്റം അടക്കമുള്ള വിഷയങ്ങളിൽ വ്യക്തമായി പ്രതികരിച്ചു. അടുത്ത ചോദ്യത്തിലേക്ക് ക്വസ്റ്റ്യൻ നമ്പർ 12. പ്രതിപക്ഷത്തോടുള്ള സമീപനം എന്താണ്? പ്രതിപക്ഷ പാർട്ടികളുടെ ഇന്ത്യ മുന്നണി നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയുടെ സാധ്യതയെക്കുറിച്ച് എന്താണ് വിലയിരുത്തൽ? അതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എങ്ങനെയാണ് പൊന്നാനി മണ്ഡലത്തിലെ ആളുകൾ പ്രതിപക്ഷ സഖ്യമായി ഇന്ത്യ മുന്നണിയെ നോക്കിക്കാണുന്നതെന്ന് ഇപ്പോൾ അറിയാം. വലിയ നേട്ടമുണ്ടാക്കുമെന്ന 21.7% പേർ, മെച്ചപ്പെട്ട പ്രകടനമെന്ന 44.3% പേർ. ആകെ 66% പേർക്ക് ഇന്ത്യ മുന്നണിയെക്കുറിച്ച് പ്രതീക്ഷയാണ്. വളരെ ക്ലിയർ ആണ്, കണ്ടോ? അതുകൊണ്ടാണ് അവർ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നത്. ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കോടൊപ്പം തന്നെ പൊന്നാനി മണ്ഡലം നിൽക്കുന്നു. അതായത് UDF ആണ് അവരുടെ സ്വാഭാവികമായും, കോൺഗ്രസ് തന്നെയാണ് സ്വാഭാവിക സഖ്യകക്ഷി.
UDF ആണ് അവരുടെ ചേരി. അതുകൊണ്ട് ഈ പറയുന്ന 66% ആളുകളും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമോ ഇല്ലയോ എന്നൊക്കെയുള്ളത് വേറെ പ്രശ്നമാണ്. പക്ഷേ ആ മുന്നണിയിലാണ് പ്രതീക്ഷ അർപ്പിക്കുന്നത്. അങ്ങനെ ഒരു സാധ്യത അവർ മുന്നിൽ കാണുന്നു. അത് വീണ്ടും ഗുണം ചെയ്യാൻ പോകുന്ന ആർക്കാണ് അവിടെ? ET മുഹമ്മദ് ബഷീറിനാണ്. ET ഇപ്പോൾ വലിയ മുന്നേറ്റത്തിലാണ്. നമുക്ക് പൊന്നാനിയിൽ ആ ചുവപ്പ് തിര ഇളക്കുന്നതിനാവശ്യമായ ഘടകങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അടുത്ത ചോദ്യമെങ്കിലും ആ ഒരു പ്രതീക്ഷ നൽകുന്നതാണോ എന്ന് നോക്കാം. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ ആര് മുഖ്യമന്ത്രിയാകണം എന്നാണ് പൊന്നാനിക്കാർ ആഗ്രഹിക്കുന്നത്? ആരായിരിക്കും? എനി ഗസ്? ആരായിരിക്കും, ആര് മുന്നിലെത്തും എന്നതാണ്. അപ്പോൾ നമുക്ക് ഉത്തരങ്ങളിലേക്ക് പോകാം. ജംബോ പട്ടികയാണ്. അതിൽ ഇതാദ്യമായി VD സതീശന്റെ പേര് മുന്നിലെത്തുന്നു എന്നുള്ളതാണ്. 39.6% പേർ VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് അഭിപ്രായപ്പെടുന്നു. 40%. അതെ, 40% പേര് പൊന്നാനി മണ്ഡലത്തിൽ VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണമെന്ന് കാണുന്നുണ്ട് എങ്കിൽ പിണറായി വിജയൻ എവിടെയാണ് നിൽക്കുന്നത്? പകുതിയാണ്. 20.9%. പിണറായി വിജയന് കിട്ടുന്നത്. നോക്കൂ, KK ശൈലജ വളരെ പിന്നിലാണ്. പൊന്നാനി എന്ന ഇടമാണ്. അവിടെ ഒരു വനിതയെ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നില്ല. 9.2% അത് താഴുന്നു എന്നുള്ളതാണ്. അതെ, അവിടെ പക്ഷേ സുരേഷ് ഗോപി താഴെയാണെങ്കിലും ശശി തരൂരിന് ഒരു നേട്ടമുണ്ട് അവിടെ, അല്ലേ? 12.1% ആളുകൾ ശശി തരൂര് മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടെ ഇപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ VD സതീശൻ ഏതാണ്ട് 40% വോട്ടുകൾ നേടുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എന്ന് പറയുമ്പോൾ പൂർണ്ണമായും പൊന്നാനി മണ്ഡലം സപ്പോർട്ട് ചെയ്യുന്നത് UDF. അപ്പം ആ ഒരു ഇപ്പം നമ്മൾ ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ പൊന്നാനി കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് പൂർണ്ണമായും ET മുഹമ്മദ് ബഷീറിന്റെ പിന്നിലാണ്, പൂർണ്ണമായും UDF-നോടൊപ്പമാണ്, പൂർണ്ണമായും NDA വിരുദ്ധമാണ്, പൂർണ്ണമായും CPM വിരുദ്ധമാണ്, അല്ലെ സംസ്ഥാന സർക്കാരിന് വിരുദ്ധമാണ്. അപ്പോൾ ഇത്രയും ഘടകങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ET മുഹമ്മദ് ബഷീർ വളരെ സേഫായ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലാണുള്ളത്. അദ്ദേഹത്തിന്റെ ജനപിന്തുണയിൽ കുറവ് വന്നിട്ടില്ല. കാരണം ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കും അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലും അവർക്ക് തൃപ്തിയാണല്ലോ. സുജയ പറഞ്ഞു. അല്ല, ഒരു കാര്യം കൂടി തിരയിളകാനുള്ള എന്തെങ്കിലും സാധ്യത അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം നല്ല ജനസമ്മതിയുള്ള ഒരു സ്വതന്ത്രനെ ഇടതുമുന്നണി അവിടെ ഇറക്കി. അത് വളരെ പ്രധാനമാണ്. പേരുകൾ കേൾക്കുന്നുണ്ടല്ലോ. അതെ, ഇപ്പം 4 മണ്ഡലങ്ങൾ, നിയമസഭാ മണ്ഡലങ്ങളിൽ LDF-ന് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 3 മണ്ഡലങ്ങൾ മാത്രമേ ലീഗിന് പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ആലോചിക്കേണ്ടത് മലപ്പുറമാണ് ജില്ല. അവിടെ പാലക്കാട്ടിൽ നിന്നുള്ള തൃത്താല മണ്ഡലമാണ് ആകെ ഒരു മണ്ഡലമാണ് അങ്ങോട്ടേക്ക് ഈ പറയുന്ന മണ്ഡലവുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്, പൊന്നാനി മണ്ഡലമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൂടി ചേർത്ത് നിശ്ചയമായും 4 നിയമസഭാ മണ്ഡലങ്ങൾ LDF-ന് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ സമസ്തയിൽ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ള അഭിപ്രായ ഭിന്നതകളെ അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ അനുകൂല വികാരത്തെ മുതലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമാത്രവുമല്ല, ഈ പറയുന്ന കോൺഗ്രസിൽ അവിടെ പ്രശ്നങ്ങളുണ്ട്. കോൺഗ്രസിനകത്ത് മലപ്പുറം ജില്ലാ കോൺഗ്രസിൽ പ്രശ്നങ്ങളുണ്ട്, അല്ലെ? അപ്പോ ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത്, അതെ, പ്രത്യേക റാലി അവിടെ നടന്നിട്ടുണ്ട്. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ നടപടി വിളിച്ച് ശാസിച്ച് ഇനി അങ്ങനെ ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സമസ്തയിലെ ഒരു ഭിന്നിപ്പ്, കോൺഗ്രസിനകത്തുണ്ടായിട്ടുള്ള ഭിന്നിപ്പ്, ഈ 4 നിയമസഭാ മണ്ഡലങ്ങളിലുള്ള LDF-ന്റെ മുൻതൂക്കം, ഈ ഘടകങ്ങൾ വെച്ചുകൊണ്ട് ഒരു ഗംഭീരമായ സ്വതന്ത്ര സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ CPM തന്റെ സ്ഥാനാർത്ഥിയോ വരികയാണ് എങ്കിൽ മത്സരം ടൈറ്റ് ആകും. അതിനൊക്കെയുള്ള സാധ്യതകൾ അൻവർ വന്നതുപോലെയല്ല, അതിലും അതുക്കും മേലെ പറന്ന് നിന്നാൽ. ഇതുവരെ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം, നമ്മൾ എല്ലായിടത്തും കടന്നു പോകുമ്പോഴും BJP-യിൽ നിന്ന് ഒരൊറ്റ പേരാണ് സുരേഷ് ഗോപി മാത്രമാണ്. അതെ, എല്ലായിടത്തും സുരേഷ് ഗോപിയാണ്. എന്തോ ഇഷ്ടമാണ് സുരേഷ് ഗോപിയാണ് ഇതുവരെ. നമുക്കിപ്പോ നമ്മളിപ്പോ 7ാമത്തെ മണ്ഡലത്തിലേക്കാണല്ലോ. 7 മണ്ഡലങ്ങളിലും BJP-യുടെ മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞെടുക്കുന്നത് സുരേഷ് ഗോപിയെയാണ്. ചില മണ്ഡലങ്ങളിലൊക്കെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള K. സുരേന്ദ്രന്റെ റേറ്റിംഗ് 0 ഇവിടെയും. അതെ, ഇവിടെ 0.6%. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് എത്താനായിരിക്കും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും. ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ മണ്ഡലത്തിൽ, അതായത് പൊന്നാനിയിൽ, ഏത് പാർട്ടി അല്ലെങ്കിൽ ഏത് മുന്നണി വിജയിക്കണമെന്നാണ് പൊന്നാനിക്കാർ ആഗ്രഹിക്കുന്നത്? ചോദ്യത്തിന് ഉത്തരം നമുക്ക് ഏറെക്കുറെ ഇതിനകം വ്യക്തമായി കഴിഞ്ഞു. എങ്കിലും എത്ര ശതമാനം പേർ വോട്ട് വിഹിതം കൂട്ടുമോ നോക്കാം. നോക്കൂ, പകുതിയിലധികം പേരും ആഗ്രഹിക്കുന്നത് UDF വരണമെന്നാണ്. 54.3% പേർ UDF-നാണ് വോട്ട് കുത്തിയിരിക്കുന്നത്.
അതായത് ഇ ടി മുഹമ്മദ് ബഷീർ ജയിക്കുന്നു. ഇ ടി മുഹമ്മദ് ബഷീറിനെതിരായിട്ട് ആര് മത്സരിച്ചാലും കിട്ടാവുന്ന വോട്ട് ശതമാനം എത്രയാണ്? 35.7% LDF കിട്ടാവുന്നത്. അതായത് 19% വ്യത്യാസം. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 51% വോട്ടാണ് ഇ ടി മുഹമ്മദ് ബഷീർ ലഭിച്ചത്. ഇക്കുറി 54.3% വോട്ട് ലഭിക്കും എന്നാണ് നമ്മളുടെ പ്രവചനം. അതായത് 3% വോട്ട് ഉയരുന്നു ഇ ടി മുഹമ്മദ് ബഷീറിന്റെ. അതേസമയം കഴിഞ്ഞ തവണ 32% PV അൻവറിന് കിട്ടിയത്. ഇപ്രാവശ്യം 35% LDF സ്ഥാനാർത്ഥി കിട്ടുമെന്ന് പറയുന്നു. LDF 3% ഉയർത്തും. അവ ചുരുക്കത്തിൽ വ്യത്യാസം ഒന്ന് തന്നെയായിരിക്കും. അത് 2019 19% തന്നെയായിരിക്കും. 2024 നടക്കാൻ പോകുന്ന വോട്ടിലും ശതമാന വ്യത്യാസം. പക്ഷെ അത് നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളത് ഇ ടിയുടെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അതിന്റെ കാര്യം ഞാൻ പറയാം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ച തെരഞ്ഞെടുപ്പാണ് ഈ പറഞ്ഞ 2019 നടന്നത്. വയനാടിനോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലമാണ് മലപ്പുറം എന്ന് പറയുന്നത്, പൊന്നാനി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ആ തരംഗത്തിൽ ഒരു വലിയ മുന്നേറ്റം 2014 അപേക്ഷിച്ച് നടത്താൻ ഇ ടി മുഹമ്മദ് ബഷീറിന് കഴിഞ്ഞിരുന്നു. എന്നാൽ 2019 ശേഷം 2024 വരുമ്പോൾ അങ്ങനെ ഒരു തരംഗമില്ല. ആ സാഹചര്യത്തിലും 51% വോട്ട് നിലനിർത്താൻ കഴിയുകയും തൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ ശതമാനം 19% തന്നെ സ്ഥാപിക്കാൻ കഴിയുകയും ചെയ്യുന്നു എന്നുള്ളത് ഇ ടിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായും ലീഗിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷാനിർഭരവുമായ ഒരു സാഹചര്യം. ധൈര്യമായി പൊന്നാനിയിൽ നിൽക്കാം. ഒറ്റ ചോദ്യം കൂടി, ഇനി മലപ്പുറത്തെ കുറിച്ച് പറയണോ ഇ ടി, അതോ പൊന്നാനിയിൽ തന്നെ നിൽക്കണോ? പൊന്നാനിക്കാർ ഇത്രയും ഇഷ്ടപ്പെടുകയാണ്, എന്തുകൊണ്ടാണ് ഇ ടി പൊന്നാനിയിൽ നിന്ന് ഇനി എന്തിനു പോകണം? നമുക്കത് അഷ്കറിനോട് തന്നെ ചോദിക്കാം അല്ലേ? അഷ്കർ അലി, വെൽക്കം ടു റിപ്പോർട്ടർ പ്രീ പോൾ സർവേ. ക്ലിയർ മാൻഡേറ്റ് ആണ് അഷ്കർ ഇ ടി മുഹമ്മദ് ബഷീറിന് പൊന്നാനിക്കാർ കൊടുത്തിരിക്കുന്നത്. മണ്ഡലം വെച്ചുമാറുന്ന ഓപ്ഷനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ തൽക്കാലത്തേക്ക് വേണ്ടെന്ന് വെക്കാമെന്ന് തോന്നുന്ന തരത്തിൽ ഓരോ ചോദ്യത്തിനും കൃത്യമായ മാൻഡേറ്റ്. എങ്ങനെ വിലയിരുത്താം നമുക്ക് ഈ ഫലത്തെ? ഒപ്പം പൊന്നാനിയുടെ സാധ്യതകൾ എങ്ങനെയാണ് അഷ്കർ? സുജ, പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ലീഗ് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. കാരണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടാനുള്ള സാഹചര്യം ഒന്നും തന്നെ ഇല്ല. ജയപരാജയങ്ങളിലേക്കൊന്നും ഒരിക്കലും ആ തെരഞ്ഞെടുപ്പ് പോകില്ല എന്ന് തന്നെയാണ് ലീഗിന്റെ വിലയിരുത്തൽ. മാത്രമല്ല ഭൂരിപക്ഷത്തെ അത് ഏതെങ്കിലും വിധത്തിൽ സ്വാധീനിക്കുമോ എന്നുള്ളത് മാത്രമാണ് ലീഗ് എല്ലാ കാലത്തും, പൊന്നാനി ആണെങ്കിലും മലപ്പുറം ആണെങ്കിലും ലീഗ് നോക്കുന്നത് ഭൂരിപക്ഷം എത്ര ഉണ്ടായിരിക്കും എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഇടതുപക്ഷം വലിയൊരു പോരാട്ടത്തിനാണ് പൊന്നാനിയിൽ ഒരുങ്ങുന്നത് എന്ന് തന്നെയാണ് വസ്തുത. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഉണ്ടാക്കിയ നേട്ടം തന്നെയാണ് പ്രധാനമായ കാര്യം. മറ്റൊന്ന് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം. അന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ ഇ ടി മുഹമ്മദ് ബഷീറിനെതിരെ മത്സരിച്ചപ്പോൾ ലക്ഷങ്ങൾ എന്നും ഭൂരിപക്ഷം എണ്ണിക്കൊണ്ടിരുന്ന മുസ്ലിം ലീഗ് അത് 25,000 എന്നുള്ള രീതിയിലേക്ക് ചുരുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയെങ്കിൽ ഇത്തവണ കഴിഞ്ഞതിൽ നിന്നും മാറി താനൂരടക്കം മുസ്ലിം ലീഗിന്റെ ഉറച്ച കോട്ടയായ താനൂർ നിയമസഭാ മണ്ഡലമടക്കം ലീഗിൽ നിന്നും പിടിച്ചെടുത്ത അനുഭവം ഇടതുപക്ഷത്തിലുള്ളത് കൊണ്ട് തന്നെ തവനൂറും കെ ടി ജലീലൊക്കെ പിടിച്ചെടുത്ത ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ അത്തരം ഒരു അട്ടിമറി സാധ്യത തങ്ങൾക്ക് മുമ്പിലുണ്ട്. എന്തുകൊണ്ടാണ് ഇ ടി മുഹമ്മദ് ബഷീർ പൊന്നാനിയും മലപ്പുറം വെച്ചു മാറണം എന്നൊരു ആഗ്രഹം നിലനിർത്തുന്നത്? എന്തുകൊണ്ടാണ്? നമ്മൾ തുടക്കം മുതൽ കേൾക്കുന്നു അത്. അസ്മൃതി, ഇ ടിയെ സംബന്ധിച്ചിടത്തോളം അത് വോട്ടിന്റെയോ ഇല്ലെങ്കിൽ ഭൂരിപക്ഷത്തിന്റെയോ ആശങ്കയിലായിരിക്കില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ യാത്രാ സൗകര്യം, സ്വന്തം മണ്ഡലം എന്നുള്ള നിലയ്ക്കുമാണ് അദ്ദേഹം മലപ്പുറത്തോട് താല്പര്യം പ്രകടിപ്പിക്കുന്നത്. കഴിഞ്ഞ തവണയും അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും അദ്ദേഹം മലപ്പുറത്തോട് താല്പര്യം പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ എന്തായാലും താൻ മലപ്പുറത്തേക്കാണ് മത്സരിക്കാൻ ഒരുങ്ങുന്നത് എന്നുള്ളത് തന്നെയാണ് ഇ ടി പലപ്പോഴും പലരോടും പറയുന്നത്. മാത്രമല്ല സമതാനിയും അതേ നിലപാട് തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. രണ്ട് നേതാക്കൾക്കും മലപ്പുറം മണ്ഡലത്തോടാണ് മത്സരിക്കാൻ താല്പര്യം. അത് പക്ഷേ ഒരു വോട്ടിൻ്റെയോ ഇല്ലെങ്കിൽ വിജയത്തിൻ്റെയോ ഭീതി കൊണ്ടല്ല, മറിച്ച് രണ്ട് നേതാക്കളുടെയും യാത്രാ സൗകര്യവും മണ്ഡലത്തോടുള്ള താല്പര്യമാണ് ഈ മലപ്പുറം ഇഷ്ടത്തിന് കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറിച്ച് മലപ്പുറത്താണെങ്കിലും പൊന്നാനിയിലാണെങ്കിലും മുസ്ലിം ലീഗിന് കനത്ത വോട്ട് ബാങ്കുണ്ട്. അത് ഒരു തരത്തിലും അതിനെ ബാധിക്കുന്ന തരത്തിലേക്ക് ഇലക്ഷൻ റിസൾട്ട് പോകാനും സാധ്യതയില്ല. പക്ഷേ സ്ഥാനാർത്ഥി നിർണയം പൊന്നാനിൽ ഇത്തവണ വലിയ നിർണായകമാകും. അത് കെ ടി ജലീലോ വി അബ്ദുറഹ്മാനോ ഉൾപ്പെടെയുള്ളവർ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളായി ഏതെങ്കിലും ഘട്ടത്തിൽ പൊന്നാനിയിലേക്ക് എത്തുകയാണെങ്കിൽ ഒരു പക്ഷേ ജയപരാജയങ്ങളിലേക്കോ ഇല്ലെങ്കിൽ ഭൂരിപക്ഷം ഏറ്റവും അവസാന ലെവലിലേക്ക് വരുന്ന ശക്തമായ പോരാട്ടത്തിലേക്ക് പൊന്നാനി മണ്ഡലം മാറും എന്നത് വസ്തുതയാണ്. അതല്ലാത്തിടത്തോളം കാലം നമ്മുടെ സർവേയിൽ പറയുന്നത് പോലെ തന്നെ ഈട്ടിക്കും മുസ്ലിം ലീഗിനും ആശ്വസിക്കാവുന്ന ഇല്ലെങ്കിൽ അവർക്ക് ആവേശത്തോടെ കാത്തിരിക്കാവുന്ന ഒരു ചിത്രം തന്നെയാണ് പൊന്നാനിയിൽ ഇപ്പോഴും. അഷ്കർ, ഒരു കാര്യം കൂടി, ഇപ്പോൾ അഷ്കർ പറഞ്ഞ രണ്ട് പേരുകളുണ്ടല്ലോ. അബ്ദുറഹ്മാൻ ഇപ്പം സംസ്ഥാനത്ത് മന്ത്രിസഭയിൽ അംഗമാണ്, അദ്ദേഹം മത്സരിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. അതേസമയം കെ ടി ജലീലിന്റെ കാര്യത്തിൽ, കെ ടി ജലീൽ നിശ്ചയമായ ഒരു നല്ല കാൻഡിഡേറ്റ് ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ പറയുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയെ വേങ്ങരയിൽ തോപ്പിച്ചിട്ടുള്ള നേതാവാണ്.
അപ്പോൾ ആ അർത്ഥത്തിൽ കെ ടി ജലീലിന് അവിടെ ഒരു ശക്തിയൊക്കെ ഉള്ള നേതാവുമാണ്. പ്രത്യേകിച്ച് ലീഗിൻ്റെ അണികളിൽ ആ വോട്ട് വോട്ട് ബാങ്കിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന നേതാവുമാണ് കെ ടി ജലീൽ. പക്ഷേ കാന്തപുരം വിഭാഗത്തിന് വലിയ തൃപ്തിയില്ല, അദ്ദേഹത്തോട് വലിയ അടുപ്പമില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ വലിയ താല്പര്യമില്ല എന്നതുകൊണ്ട് ജലീലിൻ്റെ സ്ഥാനാർത്ഥിത്വവും അവിടെ പരിഗണിക്കുന്നില്ല, അങ്ങനെ ജലീലിനെ ഇറക്കാൻ ആലോചിക്കുന്നില്ല എന്നൊരു റിപ്പോർട്ട് കൂടിയുണ്ട്. ഉണ്ണിവർഷം നേരത്തെ ഈ കാന്തപുരം വിഭാഗവുമായിട്ട് CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ ഒക്കെ ഒരു ഇടനിലക്കാരനായി നിന്നിരുന്ന വ്യക്തിയായിരുന്നു കെ ടി ജലീൽ. അത്തരത്തിൽ അനുഭാവമുള്ള കാന്തപുരം വിഭാഗത്തിന് അനുഭാവമുള്ള ഒരാളായിരുന്നു കെ ടി ജലീൽ. പക്ഷേ ഇപ്പോൾ സമസ്ത EK വിഭാഗവുമായിട്ടും ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് ഇടനിലക്കാരനായി നിൽക്കുന്നത് കെ ടി ജലീലാണെന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ തന്നെ പറയുന്നത്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ട് ബാങ്കുകൾക്കിടയിൽ കൃത്യമായി സ്വാധീനമുണ്ടാക്കാൻ കെ ടി ജലീലിന് കഴിയുമെന്ന് പാർട്ടി ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കെ ടി ജലീലിന് ഒരു ഘട്ടത്തിലെങ്കിലും പൊന്നാനിയിലേക്ക് പരിഗണിക്കുന്ന ഒരു പട്ടികയിലേക്ക് അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു വരാനും കാരണം. പക്ഷേ താൻ മത്സരിക്കുന്നില്ല എന്ന് തന്നെയാണ് കെ ടി ജലീലും വി അബ്ദുറഹ്മാനും പലതവണ ആവർത്തിക്കുന്നത്. പക്ഷേ ഈ രണ്ട് ആളുകളും മത്സരരംഗത്തേക്ക് എത്തിയാൽ അവിടുത്തെ മത്സരം അല്ലെങ്കിൽ പോരാട്ടം കനക്കും എന്നുള്ളത് ലീഗ് നേതൃത്വം പോലും ചെയ്തി വെക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഈ കാന്തപുരം വിഭാഗത്തിന്റെ ഉടക്ക് അതേതെങ്കിലും വിധത്തിൽ കെ ടി ജലീൽ പരിഹരിക്കുമോ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള കാരണങ്ങൾ എന്താണെന്ന് കൂടി പുറത്തു വരാറുണ്ട്. പ്രത്യേകിച്ച് ഈ സമസ്തയും ലീഗും തമ്മിലുള്ള ഉടക്കുകളിൽ ഇല്ലെങ്കിൽ അവരുടെ തർക്കങ്ങളിലൊക്കെ തന്നെ പലപ്പോഴും അത് വലിയ രീതിയിലേക്ക് ഇടതുപക്ഷത്തേക്ക് സമസ്തയുടെ വോട്ട് ബാങ്കിനെ ഇല്ലെങ്കിൽ സമസ്തയെ അടുപ്പിക്കുന്നതിലേക്ക് ചാലക ശക്തിയായി പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ് കെ ടി ജലീൽ. അങ്ങനെയെങ്കിൽ അതും ഈ തെരഞ്ഞെടുപ്പിനെയും രാഷ്ട്രീയ സമവാക്യങ്ങളെയും വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് പൊന്നാനിയിലൊക്കെ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് എന്നുള്ളത് ഏറെ നിർണായകമാണ്. ആ വോട്ട് ബാങ്ക് ലീഗിൽ നിന്ന് ഇളക്കിയെടുക്കുന്നതിൽ വിജയിച്ച വ്യക്തികൾ കൂടിയാണ് ഈ കെ ടി ജലീലും വി അബ്ദുറഹ്മാനും എന്നിവരടക്കമുള്ളവർ. അതുകൊണ്ട് തന്നെ പൊന്നാനിയിലെ ഇത്തവണത്തെ ഇലക്ഷൻ അത് സ്ഥാനാർത്ഥി നിർണയത്തെ കൃത്യമായി വിലയിരുത്തുന്നതായിരിക്കും. നിശ്ചയമായും. താങ്ക് യു അഷ്കർ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന എല്ലാ ഘടകങ്ങളും ET മുഹമ്മദ് ബഷീറിന് അനുകൂലമായ മണ്ഡലമാണ്, ലീഗിന് അനുകൂലമായ മണ്ഡലമാണ്. സ്ഥാനാർത്ഥി ആരും ആയിക്കോട്ടെ, ലീഗിന് അനുകൂലമായ മണ്ഡലമാണ് പൊന്നാനി നേരത്തെ, സംശയമില്ല. നമ്മളുടെ സർവേ അതാണ് മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ അഷ്കർ ഒന്ന് മുന്നോട്ട് വെക്കുന്ന അഷ്കർ ഇപ്പോൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അഷ്കർ റിപ്പോർട്ട് ചെയ്ത് അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളതാണ് ആ മത്സരത്തെ സ്വാധീനിക്കുക. അത് പേരുകൾ ശക്തമായി കേൾക്കുന്നു. ജലീലിന്റെ പേര്, വി അബ്ദുറഹ്മാന്റെ പേര്, അതുപോലെ PK ഖലീലുദ്ദീൻ നേതാവിന്റെ പേര് കൂടി കേൾക്കുന്നു. ശരി. ഇക്കാര്യത്തിൽ ഞാൻ ചോദിക്കാൻ വന്നത്, അതായത് തീരദേശ മണ്ഡലം കൂടിയാണ്. ഞാൻ നേരത്തെ തിരയിളക്കം എന്ന് ചോദിച്ചതുകൊണ്ടാണ്. മത്സ്യത്തൊഴിലാളികളുടെ വിഷയങ്ങൾ നിരവധിയുണ്ട്. അതുകൂടി, അതായത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് എത്ര കരുത്തനായ ആൾ വന്നാലും മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അവിടെ പുലിമുട്ട് സ്ഥാപിക്കുന്നതും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഏറെക്കാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിനൊക്കെ ഒരു പരിഹാരം കാണാത്തതും അവിടെ ഒരു വോട്ട് വിഷയമായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല SDPI, PDP, വെൽഫെയർ പാർട്ടി ഇവരൊക്കെ പിടിക്കുന്ന വോട്ടുകൾ വളരെ നിർണായകമായി മാറുന്ന മണ്ഡലം കൂടിയല്ലേ പൊന്നാനി? നിശ്ചയമായും. അപ്പോൾ അതുകൊണ്ട് ആ ഘടകങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയുള്ളൊരു സ്ഥാനാർത്ഥി നിർണ്ണയമായിരിക്കും ഇടതുപക്ഷം നടത്തുക. ഒരു കരുത്തിനെ തന്നെ പൊന്നാനിയിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. കാരണം പൊന്നാനി ഇടതുപക്ഷം എന്താ പറയുക, പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലമാണ്. ഇവിടെ നമ്മളൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുള്ളത്, BJPയുടെ വോട്ട് ശതമാനം എത്രയാണ്? BJP എങ്ങനെയാണ് ഫിനിഷ് ചെയ്യുക? 6.5%. കഴിഞ്ഞ പ്രാവശ്യം എത്രയായിരുന്നു? കഴിഞ്ഞ പ്രാവശ്യം അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് വിഹിതത്തിൽ നിൽക്കുന്നു BJP എന്നുള്ളതാണ്. അതാണ്. അതായത് 2019 10.87% ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 10.87% ഉണ്ടായിരുന്ന VT രമയല്ലേ മത്സരിച്ചത്? അതെ. അപ്പോൾ VT രമ മത്സരിച്ചപ്പോൾ 10.87% കിട്ടിയിരുന്നു 2019. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 6% കുറയാണ്. അതായത് സുജയ സൂചിപ്പിച്ച പോലെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര വോട്ടാണോ BJPക്ക് കിട്ടിയത്, ആ വോട്ടായിരിക്കും 2024 നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവർക്ക് കിട്ടുക. എന്ന് പറഞ്ഞാൽ BJPയുടെ വളർച്ച അവിടെ താഴേക്കാണ്. നമുക്ക് പൊന്നാനിയിൽ നിന്ന് ഇനി പോകേണ്ടത് ഇടുക്കിയിലേക്ക്. അതെ, അല്പം തണുപ്പും ഇപ്പോൾ ചക്കക്കൊമ്പനും ഒക്കെയുള്ള ഇടുക്കിയിലേക്ക്.